കൊല്ലം കടയ്ക്കലിന് പിന്നാലെ തിരുവനന്തപുരം മീനാങ്കലിലും CPI-യിൽ കൂട്ടരാജി. AITUC ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാറിനെതിരായിട്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ചാണ് മീനാങ്കലിൽ 100-ലധികം പേർ പാർട്ടി വിട്ടത്. BV അരുൺ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഈ മീനാങ്കലിൽ സംഭവിച്ചത്? CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു മീനാങ്കൽ കുമാർ. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലാണ് മീനാങ്കൽ കുമാറിനെ CPIയുടെ സംസ്ഥാന കൗൺസിൽ നിന്ന് ഒഴിവാക്കിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രതികരണം, പാർട്ടി തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതികരണം വന്നു. അതിന് പിന്നാലെ മീനാങ്കൽ കേന്ദ്രീകരിച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കാനും ശ്രമം നടത്തി. അത് പാർട്ടി വിരുദ്ധ നീക്കമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന പാർട്ടി നേതാക്കളോട് CPI സംസ്ഥാന ജില്ലാ നേതൃത്വം അവർക്ക് കത്ത് നൽകി. എന്നാൽ അത് മറികടന്ന നിരവധി പ്രവർത്തകർ അവിടെ ട്രസ്റ്റ് രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. തൊട്ടു പിന്നാലെ AITUCയുടെ സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു മീനാങ്കൽ കുമാർ. അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം വിളിച്ച യോഗം വിമത യോഗം എന്ന നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മീനാങ്കൽ കുമാറിനെ CPIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. AITUC ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം മാറ്റുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മീനാങ്കലിൽ CPI പ്രവർത്തകർ 100ഓളം CPI പ്രവർത്തകർ പാർട്ടി വിടുന്നത്. പാർട്ടിയുടെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ പാർട്ടി വിടുന്നത്. അത് നേതൃത്വം അറിയിക്കുകയും 100ഓളം പേർ ഒപ്പിട്ട കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പാർട്ടി വിടുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. നിരവധി കാര്യങ്ങൾ ഇനി പാർട്ടിയുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്താനുണ്ടെന്ന് മീനാങ്കൽ കുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ കടക്കലിൽ ഏതാണ്ട് 700-ൽ പരം ആളുകൾ, നൂറുകണക്കിന് പേർ എന്ന് തന്നെ പറയണം, 700-ൽ പരം ആളുകൾ CPIയുടെ പ്രധാനപ്പെട്ട നേതാവായ മുല്ലക്കര രത്നാകരൻ്റെ സഹോദരി അടക്കമുള്ളവരാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയത്. CPI സംസ്ഥാന നേതൃത്വത്തിൻ്റെ അടക്കം നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയുമാണ് ഇങ്ങനെ പ്രവർത്തകർ പാർട്ടി വിട്ടു പോകുന്നത്. സംസ്ഥാനത്തെ മറ്റു പല ഭാഗങ്ങളിൽ ഇതിനിടെ CPI പ്രവർത്തകർ പാർട്ടി വിട്ടിരുന്നു. ചിലർ CPM-ലേക്കാണ് പോകുന്നത്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന എണ്ണവും കുറവല്ല. ഏതായാലും CPIയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ വിയോജിപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. സംസ്ഥാന സമ്മേളനത്തിലും അത് പ്രതിഫലിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം കടുത്ത നിലപാടെടുത്തു. ഒരു തരത്തിലുള്ള വിഭാഗീയ നീക്കം അനുവദിക്കുന്ന നിലപാടെടുത്തുകൊണ്ടാണ് CPI സംസ്ഥാന സമ്മേളനം നടത്തിയത്. ബിനോയ് വിശ്വത്തെ വീണ്ടും സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ട്. അത് പല സ്ഥലങ്ങളിലും പാർട്ടിയുടെ ആ പ്രദേശങ്ങളിലെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കടക്കലും മീനാങ്കലും ഒക്കെ അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളായി മാറുന്നുമുണ്ട്. എൽദോ റൈറ്റ്. കടക്കലിന് ശേഷം മീനാങ്കലിലും ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നു CPI-യിൽ എന്നുള്ളതാണ് BV റിപ്പോർട്ട് ചെയ്തത്.